ഇവിടെ ഒരു പെൺകുട്ടി തന്റെ ഇക്കിൾ ശബ്ദം നിർത്താൻ കഴിയാതെ വായിൽ ടോയ്ലറ്റ് പേപ്പർ കുത്തിക്കയറ്റുന്നു. പക്ഷെ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് നിൽക്കുന്നില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് വന്നിട്ടും അവൾ വായും പൊത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും അവൾക്കത് നിർത്താൻ കഴിയാതെ ശബ്ദം വരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും ക്ലാസ് ശ്രദ്ധിക്കാതെ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ അവളുടെ അമ്മയെ വിളിച്ച് ഇവൾ കാരണം മറ്റു കുട്ടികളുടെ പഠിത്തം നശിക്കുകയാണെന്ന് പറഞ്ഞ് വേറെ സ്കൂളിലേക്ക് പോകാൻ ടി സി കൊടുക്കുന്നു. പക്ഷെ ഇതവർക്കൊരു പുതിയ കാര്യമല്ല. ഓൾറെഡി ഈ പ്രശ്നം കാരണം ഒത്തിരി സ്കൂളിൽ നിന്ന് ടി സി കിട്ടിയിരുന്നു. ഇവൾക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് പാരന്റ്സിനിടയിലും ഇടയ്ക്കിടെ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് സഹിക്കാൻ കഴിയാതെയാണ് ഇവൾ ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞത്. പക്ഷെ എത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും അമ്മ മാത്രം അവളെ സപ്പോർട്ട് ചെയ്ത് വേറെ സ്കൂൾ കണ്ടെത്തുന്നു. ഇപ്പോൾ അവർ വിചാരിച്ചതുപോലെ തന്നെ പുതിയൊരു സ്കൂളിൽ ചേർക്കുന്നു. പക്ഷേ സ്കൂളിൽ ചേർന്ന ആദ്യ ദിവസം തന്നെ അവിടെ നടക്കുന്ന ഫംഗ്ഷനിൽ ഇവളുടെ ശബ്ദം അടുത്തിരിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഉടനെ പ്രിൻസിപ്പൽ അവളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അത് കണ്ട് അവളുടെ അമ്മ ഈ സ്കൂളിൽ നിന്നും പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് പേടിക്കുന്നു. നോക്കുമ്പോൾ പ്രിൻസിപ്പൽ അവളുടെ കയ്യിൽ മൈക്ക് കൊടുത്ത് അവളുടെ പ്രശ്നവും ഫീലിംഗ്സും മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറയുന്നു. ആക്ച്വലി ഈ പെൺകുട്ടിക്ക് ടൂററ്റ് സിൻഡ്രോം ഉണ്ട്. അവൾ വിചാരിച്ചാൽ പോലും അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നു. അത് കേട്ടത് മുതൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അവസാനം അവളുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്ത് ആ സ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ ഒരു ടീച്ചറായി വരുന്നു.